ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊന്നൊരു അടിപൊളി സോഫ്റ്റി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ വേണം, 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ പാലിലേക്ക് നമ്മൾ വാനില ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇത് വാനിലയുടെ പൗഡറാണ്. അപ്പോൾ നമുക്കിതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ പകരമായിട്ടാണ് നമ്മളിവിടെ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമുക്ക് മധുരം ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പഞ്ചസാരയോളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളമാണ് മധുരം ഇഷ്ടം അത്രയും ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും വേണമെങ്കിൽ ചേർക്കാം. അതൊരു ഓപ്ഷണലാണ്, അല്ലെങ്കിൽ മധുരം ചേർത്താലും മതി. ഇനി നമ്മൾ കട്ടയെന്നല്ലാണ്ട് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്കിതിൽ കളറ് ചേർക്കുകയാണെങ്കിൽ ചേർക്കാവുന്നതാണ്. അല്ലാതെ സിമ്പിളായിട്ട് വൈറ്റ് കളറും പുഡിങ് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഇവിടെ ബ്ലൂ കളറിൻ്റെ ജെല്ലി കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് ഒരു 2 ഡ്രോപ്പാണ് ഞാൻ ഒറ്റിക്കുന്നത്. അതിൽ കൂടുതൽ ഒറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ട കളറിൻ്റെ കളർ കൂടണമെങ്കിൽ അതിനനുസരിച്ച് ഡ്രോപ്പിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇപ്പം ഞാനതൊരു ലൈറ്റ് ബ്ലൂ കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു കളറൊക്കെ കിട്ടുള്ളൂ നമ്മൾ 2 ഡ്രോപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഡ്രോപ്പ് തന്നെ ചേർത്തിട്ടുള്ളൂ. ഒന്നും കൂടെ കുക്കായി വരുമ്പോൾ ഈ കളറായി കിട്ടും. ഇനി നമുക്കൊരു ബേക്കിംഗ് ടിന്നിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ ജസ്റ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റിൽ ഞാൻ കമഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്. വളരെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ജെല്ലിയായിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു നമ്മുടെ ഈദിന് വേണ്ടി ഈദ് സെലിബ്രേഷൻ്റെ അന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഓൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് കുറച്ച് അധികമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ബാക്കി വന്ന ബാറ്റർ വേറൊരു ബേക്കിംഗ് ടിന്നിൽ വെച്ചിട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് അടിയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് കളറൊക്കെ ചേർത്ത് ഡിസൈനിന് വേണ്ടിയിട്ട് ചേർത്തായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിസൈനായിട്ട് വല്ല കളർ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ കമഴ്ത്തി എടുത്തപ്പോൾ പൊട്ടിപ്പോയി. മറ്റേത് നല്ല കറക്റ്റായി കിട്ടിയത്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു, പെട്ടെന്ന് പൊട്ടും. അത്രയും അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.